കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആ സ്ഥാനത്ത് കല്യാണപ്രായം പോലും തികയാത്ത ഒരുത്തിയുടെ എന്തിനും തയ്യാറായി തൻ്റെ അടുത്ത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. വിട്ടുകളയാൻ പറ്റുമോ? കല്യാണത്തിന് മുന്നേ തന്നെ എത്രയോ പ്രാവശ്യം തങ്ങൾ ഈ വീട്ടിൽ ആരും അറിയാതെ പരസ്പരം ശരീരം പങ്കുവച്ചിരിക്കുന്നു. ഒടുക്കം എപ്പോഴോ താര പറയുകയും ചെയ്തു അവൾക്ക് തന്നെ പണ്ടേ ഇഷ്ടമായിരുന്നെന്ന്. ശ്രീയേട്ടൻ തന്നെ എന്നെ വിവാഹം കഴിക്കണമെന്ന്. അന്നത്തെ ഒരു ഇതിൽ താൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അല്ലാതെ ജയിലിൽ പോയാൽ തിരിച്ചു വരാൻ ഇനി എന്തോരം വർഷങ്ങൾ കഴിയണം. കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ പഴയ പോലെ സന്തോഷമായി പോയെങ്കിലും പിന്നെ തനിക്ക് മടുത്തു തുടങ്ങി. ആളുടെ വയറ്റിൽ തന്റെ കൊച്ചുകൂടിയായതും പിന്നെ പറയണ്ട. അത് കഴിഞ്ഞ് അച്ചമ്മ മരിച്ചും തിങ്കളിനെതിരെ അവൾ ഉണ്ടാക്കിയ കഥ കേട്ട് താനും ഞെട്ടിയതാണ്. പക്ഷെ ആലോചിച്ച് നോക്കിയപ്പോൾ അത് തനിക്കും ഗുണമുള്ള കാര്യമല്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ച തിങ്കളെന്ന മോഹം വീണ്ടും കിളിർത്തു തുടങ്ങി. ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങിയാൽ ഇങ്ങോട്ട് തന്നെ തിങ്കൾ വരുള്ളൂ എന്നവന് 100% ഉറപ്പുണ്ടായിരുന്നു. നാട്ടുകാരുടെ മുമ്പിൽ മോശപ്പെട്ടവൾ ആരാണ് സ്വീകരിക്കുക? അങ്ങനെ ആരോരും തുണയില്ലാത്തവളെ തൻ്റെ വഴി കൊണ്ടുവരാനാണോ പാട്? അവളുടെ ചിത്തുവേണല്ലേ താൻ? അവളുടെ അനിയത്തി താര പറഞ്ഞ കഥകൾ വിശ്വസിച്ച് ആ ദുഷ്ടതയുടെ ചതിലറിയാതെ വീണുപോയ പാവം ചിത്തുവേട്ടൻ. അങ്ങനെ ചതിക്കപ്പെട്ടവനോടുള്ള അവൾക്ക് തോന്നുന്ന അലിവിൽ പിടിച്ചു കയറി എന്നിലേക്ക് തന്നെ അവളെ തളച്ചിടണം. എന്നെ അവൾ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി മുന്നോട്ട് എനിക്ക് തന്നെ വേണം അവളെ. ഒറ്റക്കാക്കരുതല്ലോ. ഉള്ളിൽ നിറഞ്ഞ കൗശലത്തോടെ ചിന്തിച്ചിർത്തിയവൻ ആ ഷർട്ട് അഴിച്ചു മാറ്റുമ്പോഴേക്കും താര അവന്റെ മുന്നിലേക്ക് കയറിന്നിരുന്നു. ശ്രീത്ത് താരയെ നോക്കി. അവന്റെ കയ്യിലെ ഷർട്ട് പിടിച്ച് വാങ്ങിയാണ് അവൾ. അതൊന്ന് നെഞ്ചോടടക്കി പിടിച്ച് പതിയെ അവന്റെ മാറിലേക്ക് ചാഞ്ഞവൾ വരുന്നേരം ശ്രീത്തിന്റെ മുഖം ഇഷ്ടക്കേടോടെ ചുളിഞ്ഞു. എന്നാലും പ്രതികരിക്കാതെ തന്നെയാണ് അവന്റെ നിൽപ്പ്. ചേച്ചിയെ കാണാൻ ഞാനും പോയിരുന്നു ശ്രീയേട്ടാ. പതിഞ്ഞവളുടെ ശബ്ദം. തിങ്കളെ കുറിച്ചാണ് താര പറഞ്ഞു തുടങ്ങിയതെന്ന് മനസ്സിലായ അവന്റെ മിഴികളൊന്ന് വെട്ടി. താരയും ഇടം കണ്ടിട്ട് അവനെ നോക്കിയെങ്കിലും അവന്റെ മുഖം നോക്കി അവനുള്ളിലെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവൊന്നും അവൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്നാലും താൻ പറയുന്നവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞ് പറയാൻ വന്നവൾ തുടർന്നു. ചേച്ചി എന്നെ വീട്ടിലേക്ക് കയറ്റിയില്ല. വലിയ കാര്യമായി പോയി. അനിയത്തിയെ വീട്ടിലേക്ക് ആനയിച്ച് കയറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പുണ്യങ്ങളാണല്ലോ അവളോട് നീ ചെയ്തു കൂട്ടിയത്. പുച്ഛത്തോടെയുള്ളവന്റെ സംസാരം. ശ്രീയേട്ടാ. താര ഞെട്ടിപ്പിടഞ്ഞവനെ നോക്കി. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഇതൊക്കെ ചെയ്ത്, നമുക്ക് രണ്ടുപേർക്കും കൂടി വേണ്ടിയാ. ശ്രീത്തൊന്നും മിണ്ടിയില്ല. എന്നാലും അവന്റെ കടപ്പലുകൾ ഞെരിക്കും. നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചു പോയ സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞു. എന്താ നീ പറഞ്ഞേ? ഒരു നിമിഷം പകപ്പോടെയുള്ള അവന്റെ ചോദ്യം അതിന് താരയുടെ നെറ്റിയെന്ന് ചുളിഞ്ഞു. എന്നാലും എനിക്ക് ശ്രീയേട്ടനെ നേരത്തെ ഇഷ്ടമായിരുന്നെന്നും ചേച്ചിയുടെ കാര്യോർത്ത് തുല്യ ദുഃഖിതരായ നമ്മൾ പരസ്പരം ആശ്വാസമായി തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയതാണെന്നാ ചേച്ചിയോട് ഞാൻ പറഞ്ഞു. താര പറയുമ്പോൾ ആശ്വാസമായിട്ടുണ്ട് അവന്. വേറൊന്നുമല്ല, ഇത്രമാത്രമല്ലേ അവൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്റെ ഭാഗം മറ്റൊരു രീതിയിൽ തിങ്കളിനോട് അവതരിപ്പിക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ചേച്ചീനെ ഒറ്റയ്ക്ക് ജീവിക്കണ്ട, ചീത്ത വഴിയിലേക്കൊന്ന് പോകണ്ടെന്ന് എഴുതി ആ വീട് വിറ്റി നാട് വിട്ട് വേറെവിടെയെങ്കിലും ജീവിക്കാനുള്ള ഏർപ്പാട് ഞാനും ശ്രീയേനും ചെയ്തുതരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവളെന്താ പറഞ്ഞു? ആകാംക്ഷയോടെയുള്ള അവന്റെ ചോദ്യം. ശ്രീയേട്ടനും ചേച്ചിയോടൊന്ന് പറഞ്ഞേക്കാൻ താല്പര്യമാണെന്ന് താരക്ക് തോന്നി. എന്നാൽ അവന്റെ ആകാംക്ഷ ഈടും വിട്ട് മറ്റൊരു സ്ഥലത്ത് അവൾക്കൊപ്പം താനും കൂടെ പോകുന്നില്ലാണെന്ന് താരയ്ക്ക് മനസ്സിലായില്ല. ചേച്ചി എന്നെ ആട്ടിയിറക്കിയ ശ്രീയേട്ടാ തല്ലിയില്ലെന്നേ ഉള്ളൂ. എന്നാലും എനിക്ക് നേരെ അരിവാൾ വരെ ഉയർത്തി. ഇനി അവരുടെ ഒരു കാര്യത്തിന് എന്നോട് ഇടപെടരുതെന്ന് പറഞ്ഞു. തിങ്കളോ? ശ്രീത്തിന്റെ മുഖത്തൊരു അതിശയഭാവം. ആ തിങ്കൾ തന്നെ ജയിലിൽ കിടന്നവരാകെ മാറിപ്പോയി ശ്രീയേട്ട. പെണ്ണുങ്ങളാ ഇത്രയ്ക്ക് അഹങ്കാരം പാടുണ്ടോ? എനിക്കൂടെ അവകാശപ്പെട്ടല്ലേ അവരൊറ്റയ്ക്ക് അനുഭവിക്കുന്നത്. എന്നിട്ട് എന്നോട് ചെയ്യുന്ന നോക്ക്. അവരുടെ സ്വന്തം അനിയത്തിയല്ലേ ഞാൻ? ഒരു കരച്ചിലിന്റെ അകമ്പടിയോട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ ശ്രീത്തിന്റെ മുഖത്ത് അസ്വസ്ഥത പടർന്നു. അത്രയ്ക്കും മാറിപ്പോയ അവൾ. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? എന്നെ തല പിരിക്കുന്നുണ്ട് താരെ. എനിക്കൊന്ന് കുളിക്കണം. മാറി. പറച്ചിലിനൊപ്പം അവളെ ദേഹത്ത് നടത്തി മാറ്റി അവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ താര കണ്ണ് രണ്ട് തുടച്ചും ബെഡിലേക്ക് ഇരുന്നു. മനഃപൂർവ്വം തന്നെയാണ് എല്ലാവരോടും അവൾ തുറന്നു പറഞ്ഞത്. പഴയ തിങ്കളെല്ലാം തിരിച്ചു വന്നിരിക്കുന്നെന്ന് അറിയിച്ചു കൊടുത്തതാണ്. ഇനി അവൻ അവളുടെ പിന്നാലെ മണപ്പിച്ച് പോവാതിരിക്കാൻ വേണ്ടി. പോയിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. പക്ഷേ തന്നോട് പെരുമാറിയപ്പോൾ തന്നെ ചേച്ചി ശ്രീയേടനോട് പെരുമാറുമെന്നെന്താണ് ഉറപ്പ്? പണ്ട് സ്നേഹിച്ചിരുന്നവരല്ലേ? ശ്രീയേടന് അവർക്കടുത്തേക്ക് ചെന്നാൽ എന്നോടുള്ള ദേഷ്യത്തിൽ എൻ്റെ താലി അവർ അറക്കുമോ? സമാധാനം നഷ്ടപ്പെട്ട മനസ്സോടെ അവൾ വേദനയോടെ നെഞ്ചിൽ കൈവെക്കുമ്പോഴാണ് അമ്മയെന്ന് വിളിച്ച് അർച്ചനമോൾ ഓടി വരുന്നത്. ഡാൻസ് സ്കൂളിൽ പഠിച്ച പുതിയ സ്റ്റെപ്പ് കാണിക്കാനുള്ള വരവാണ്. താരയോൾ വെറുതെ നോക്കി. ശ്രീയേട്ടൻ്റെ ചായയല്ലേ അവൾക്ക്. തൻ്റെ പോലെയാണ് അവളെന്നാണ് എല്ലാവരും പറയുന്നത്. ആണോ? തൻ്റെ പോലെയാണോ? കുഞ്ഞി ചൂടുകൾ വെച്ച് കൈകൾ കൊണ്ട് ഏതോ മുദ്രകൾ കാണിക്കുന്നവളെ താര സസൂക്ഷ്മം നിരീക്ഷിച്ചു. എവിടെയൊക്കെയോ അവൾക്ക് തിങ്കളിന്റെ സാദൃശ്യം. ഒരു നിമിഷം താരയുടെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. നിർത്തടി നിന്റെ തുള്ളനി, പോ, എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോ. അടുത്ത നിമിഷം അലറിക്കൊണ്ടുള്ള അമ്മയുടെ പറച്ചിൽ കേട്ട് കുഞ്ഞി ഞെട്ടി വരച്ച് പിന്നോട്ട് മാറി. പോടി. താര പിന്നെയും പറയുമ്പോഴാണ് ശ്രീപ്രിയ മുറിയിലേക്ക് കയറി വന്ന്. താരീച്ചിക്ക് ഇതെന്താ വെറുതെ നിന്നെ കൊച്ചിനെ ചീത്ത പറയുന്നത്? മോളുവാ, അമ്മായി കാണാലോ എൻ്റെ പൊന്നിന്റെ ഡാൻസ്. നിന്റെ അമ്മയ്ക്ക് വട്ടാ. പറയിലും താരയും നോക്കി പേടിപ്പിച്ച് മോളെയും വിളിച്ച് അവൾ പുറത്തേക്ക് പോന്ന് രൂക്ഷമായി താരയും നോക്കിയിരുന്നു. തിങ്കളെ.
കുളിച്ചു മാറി തുണിയലക്കി അഴയിൽ തോരിടുമ്പോഴാണ് അപ്പുറത്തുള്ള വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയത്. ചാന്ദിനി അരമതിലടുത്ത് 32 പല്ലും കാണിച്ച് ഇരിച്ചു നിൽപ്പുണ്ട്. കൂടെ തലയാട്ടി ഇങ്ങോട്ട് വായെന്നൊരു വിളിയും. തിങ്കൾ അങ്ങോട്ടേക്ക് ചെന്നു. ഇന്നലെ ടൗണിൽ പോയ കാര്യങ്ങളൊക്കെ നന്നായി നടന്നോ? ചിരിയോടെയുള്ള ചോദ്യം. അവളതിന് തലയാട്ടി. പാച്ചിനടുത്തുനിന്ന് മീനിനെ വാങ്ങിയതൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. അവനോട് പറഞ്ഞു. എന്നിട്ട് ആ മീനെവിടെ? അകത്ത് മുറിയില്ല. ആണോ? ഇപ്പൊ സമയമില്ല, അതിനെ കാണാൻ ഞാൻ പിന്നെ വരാം. അടുക്കളയിലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലേ? പിന്നെ നമ്മുടെ പുഷ്പുവിനെ ഒന്ന് സൂക്ഷിക്കണേ മോളെ. പാവം പോലെ ഇരിക്കാൻ കള്ളിയാ. കണ്ണ് തെറ്റിയാൽ ചിലപ്പോ മീനിനെ കൊണ്ടുപോകും അവള്. അത്രയും പറഞ്ഞു നിർത്തി കയ്യിൽ ഒളിപ്പിച്ച് പിടിച്ചിരുന്ന 2 തക്കാളി എടുത്ത് തിങ്കളുടെ നേരെ നീട്ടി ചന്തു. നല്ല ഉരുണ്ട അത്യാവശ്യ വലിപ്പത്തിലുള്ള ചുവന്ന് കൊടുത്ത തക്കാളി. ഇന്ന് പഴുത്തിൽ കണ്ട് പൊട്ടിച്ചതാ. വെറുതെ ഞാൻ എന്ത് രസാന്നറിയാം മോളെ. കറിയിലിട്ടാ പറയണ്ട. ഇതാ അകത്തേക്ക് വെച്ചോ. നിഷ്കളങ്കമായി പറഞ്ഞുകൊണ്ട് ചന്തു ചിരിക്കുമ്പോൾ തിങ്കൾ തക്കാളിയിലേക്ക് അവരെയൊന്ന് കണ്ണുരുട്ടി നോക്കി. ആ നോട്ടത്തിലൊന്ന് പരിങ്ങി ചന്തു. 2 തക്കാളിയല്ലേ മോളെ, ഇതും കൂടി അങ്ങോട്ട് വെച്ചെന്ന് വെച്ച് മോള് വാങ്ങിച്ച പച്ചക്കറി ഒന്നും ആശാവില്ല. എന്നാലും ചുണ്ടൊന്ന് കൂർപ്പിച്ച് പരിഭവത്തോടെ പറഞ്ഞു നിർത്തിക്കൊണ്ട് വാങ്ങിക്കും മോളെ എന്നുള്ള ആ ഭാവത്തിൽ തിങ്കൾ നിരസിക്കാതെ വാങ്ങി. ചാന്ദിനിയുടെ മുഖം തെളിഞ്ഞു. എന്നാ പിന്നെ കാണാം മോളെ, പോയിട്ട് പണിയുണ്ടേ. എണീറ്റ് വരുമ്പോ കഴിക്കാനൊന്നും ആയില്ലെങ്കിൽ പിന്നെ അത് മതി അവന്. പറച്ചിലിനൊപ്പം ധൃതി പിടിച്ച് കയ്യും വീശി കാണിച്ച് അവരങ്ങ് പോകുമ്പോൾ ഒന്ന് നിശ്വസിച്ച് അവൾ അകത്തേക്ക് കയറിപ്പോയി. ഇന്നലെ കറക്കി വെച്ച മാവെടുത്ത് ദോശ ഇട്ടു. തേങ്ങയും ഉണക്കമുളകും പുളിയും ചേർത്ത് ഒരു ചുമന്ന ചമ്മന്തി അരച്ച് ദോശ കഴിച്ചവൾ ഉച്ചക്കത്തേക്ക് കറിയായി സാമ്പാർ കൂടെ വെച്ചു. ചോറപ്പോഴേക്കും വെന്തിട്ടുണ്ട്. അത് ഊറ്റി വെച്ച് കഴിഞ്ഞിട്ടാണ് ഒരുങ്ങാൻ പോയി നിന്ന്. ബാങ്കിൽ പോയിട്ട് വേണം മീതുവിന്റെ ഷോപ്പിലേക്ക് പോവാൻ. സമയം 10 അവൾ റെഡിയായി ഇറങ്ങി. എങ്ങോട്ടാ മോളെ? ഗേറ്റ് പൂട്ടുന്നേരം ചാന്ദിനിയുടെ വിളി അവരുടെ ഉമ്മറത്തുനിന്നാണ്. തിങ്കൾ നോക്കുമ്പോൾ പാർത്തിയും ബൈക്കിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ബാങ്കിലേക്കാ? അത്രയും പറഞ്ഞവൾ തിരിഞ്ഞടക്കുമ്പോൾ ആ മീനെ ഒന്ന് കാണാൻ പോവാന്ന് വിചാരിച്ച ഇനി പിന്നെ ആവട്ടെ എന്ന് ചാന്ദിനി നിരാശയോടെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാൻ വരുമ്പോ അതുപോലെ തന്നെ കൊണ്ടുവരാം. അയ്യടാ, എനിക്കൊന്നും വേണ്ട. അലി തന്നെ ഇവിടെ ഉള്ളങ്ങളെ കൊണ്ട് വയ്യ. അപ്പോഴാ പിന്നെ ഒന്ന് പോടാ. പറയലും വെട്ടിത്തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയ അമ്മയെ നോക്കി ഇതൊരു നടക്ക് പോവില്ലെന്നൊരു പറച്ചിലോടെ തലയൊന്ന് കുടഞ്ഞ് അവനും ബൈക്ക് എടുത്തിരുന്നു. സാംസങ് ഗാലക്സി M15 5G. തിങ്കളിന് വേണ്ടി മിഥുൻ സെലക്ട് ചെയ്ത് വെച്ച ഫോൺ അതാണ്. 13-15 അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ആളുടെ ബഡ്ജറ്റിനുള്ള ഒതുങ്ങുന്ന ഫോൺ തന്നെ. ഓവറോൾ ക്ലീനിങ്ങും ബാറ്ററി പെർഫോമൻസും നോക്കിയാൽ സാംസങ് M15 5G ഒരു ടെൻഷൻലെസ് ഫോണാണ്. ഡെയിലി യൂസിന് പെർഫെക്റ്റ് ചോയ്സ്. പ്രൈസ് അനുസരിച്ചുള്ള വാല്യൂ അതിനുണ്ട്. അതിന്റെ ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി, റാമും സ്റ്റോറേജും അങ്ങനെ എല്ലാത്തിനെയും പറ്റി തിങ്കൾ മനസ്സിലാവുന്ന തരത്തിൽ ക്ലിയർ എക്സ്പ്ലനേഷൻ കൊടുത്തതിന് ശേഷം ആളുടെ സിം അതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഡ്യുവൽ സിം ഓപ്ഷനും അതിലുണ്ട്. ഇൻസ്റ്റ, FB, വാട്സാപ്പെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മെയിൽ ID ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ പരിപാടി എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മീതിന് അവൾക്ക് ഇൻസ്റ്റയിൽ FB അക്കൗണ്ട് കൂടെ എടുത്തു കൊടുത്ത് അത് യൂസ് ചെയ്യുന്ന വിധം കൂടെ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും വേണ്ടായിരുന്നു മിഥുൻ. ചുമ്മാ കിടക്കട്ടെ എന്ന്. ബോറടിക്കുമ്പോൾ റീൽസ് നല്ല വീഡിയോകളൊക്കെ കണ്ടിരിക്കാമല്ലോ. ഇപ്പോഴൊന്നും ന്യൂസ് പേപ്പറിന് പോലും ആവശ്യമില്ലടി. ഇതിൽ തന്നെയുണ്ട് എല്ലാതും. നിനക്കിനി എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ വേറെ തിണ്ടിയോട് സഹായം ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫോണിൽ സെർച്ച് ചെയ്താൽ മതി, എന്തും കിട്ടും. ആ ഫ്ലോയിൽ അവനങ്ങ് പറഞ്ഞു പോയതും തിങ്കൾ മിഴികളെ വരുത്തി അവനെ നോക്കി. ആ തിണ്ടികളും ഞാൻ പെടില്ല കേട്ടോ. ആളുടെ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായത് ചുണ്ടുകൂർപ്പിച്ചുള്ള പറച്ചിലിൽ തിങ്കളിന്റെ ചുടികളൊന്ന് വിടർന്നു. ഹോ, എന്നെ നീ തിണ്ടിയാക്കിയാലും കുഴപ്പമില്ല. വന്നിട്ട് ഇപ്പോഴെങ്കിലും നിന്നെ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, ഭാഗ്യം. മിഥുൻ താടിക്ക് കൈ കൊടുത്ത് പറഞ്ഞിരുത്തുമ്പോഴാണ് ഗ്ലാസ് ഡോറും തള്ളി തുറന്ന് പാർത്തി അങ്ങോട്ട് കയറി വന്ന് തിങ്കളിലും മിഥുവിലും ഒരുമിച്ച് അവന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു. എന്താടാ? മിഥുന്റെ ചോദ്യത്തിൽ ചാർജർ എടുക്കാൻ വന്നാണെന്ന് പറഞ്ഞവൻ അകത്തേക്ക് കയറി. അപ്പൊ നിന്റെ ചാർജറോ? ഞാൻ എടുക്കാൻ മറന്നു. മനഃപൂർവ്വം ഒരു കള്ളം, വേറൊന്നുമില്ല. തിങ്കൾ ഇങ്ങോട്ട് കയറുന്നവൻ കണ്ടു. എന്നിട്ട് ഇത്ര സമയമായിട്ടും ഇറങ്ങിയോ? ഉത്തരവാദിത്തമുള്ള ഒരു അയൽക്കാരൻ എന്ന നിലയിൽ എന്താണ് കാര്യം എന്ന് രഹസ്യമായിട്ട് അന്വേഷിക്കാമെന്നാണ് ചെക്കൻ. മിഥുൻ പാർത്തിയെ ചുഴിഞ്ഞൊരു നോട്ടം നോക്കി വീണ്ടും തിങ്കളുടെ നേരെ തിരിഞ്ഞു. ഫോൺ അവളുടെ കയ്യിലേക്ക് ജസ്റ്റ് നോക്കാൻ കൊടുത്തവൻ ബില്ലടിച്ചു. 14,000 രൂപയുടെ ഫോണാണ്. ഡിസ്കൗണ്ട് കൊടുത്തവൻ 2,000 രൂപ. അങ്ങനെ അവൾ പറഞ്ഞ 12,000 രൂപക്ക് തന്നെ തിങ്കളുടെ ഫോൺ കിട്ടി. അവളോട് പക്ഷെ ഫോണിന്റെ പ്രൈസ് 12,200 എന്നാണ് പറഞ്ഞ്. ബില്ലിൽ 200 രൂപ ഡിസ്കൗണ്ടും കാണിച്ചു. ഇതൊക്കെ കണ്ട് അവന്റെ കടയിൽ സെയിൽ നിൽക്കുന്ന പയ്യൻ കണ്ണുമിഴിച്ച് തന്റെ മുതലാളിയെ നോക്കുന്നുണ്ട്. ഒരു 100 രൂപ തന്നെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നെഞ്ചു വേദനിച്ച് നിൽക്കുന്ന അറുപിശിക്കനാണ് അവനെന്ന് ആ ചെക്കൻ അറിയാലോ. അവന്റെ ആ നിൽപ്പ് കണ്ട് മിഥു കണ്ണുരുട്ടിയതും ആ പയ്യൻ അപ്പുറത്തേക്ക് പോയി. ഫോൺ വാങ്ങി മിഥുവിന് കാശും കൊടുത്ത് തിങ്കൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പാർത്തിയുടെ നേരെ അവളുടെ നോട്ടം വെറുതെ ഒന്ന് പോയി. അവന്റെ നോട്ടവും അവളിലായിരുന്നു. പെണ്ണൊന്ന് ചിരിച്ചോ? പാർത്തിയുടെ കണ്ണൊന്ന് വിടുന്നു. ഇല്ല, ചിരിച്ചിട്ടൊന്നുമില്ല അവള്. എന്നാൽ സൗമ്യതയോടുള്ള നോട്ടമായിരുന്നത്. രാവിലെ ഇറങ്ങിയപ്പോൾ അവൾ അമ്മയെ നോക്കിയ പോലെ. എന്നാൽ തിരിച്ചവളോട് ചിരിക്കാനോ അങ്ങനെയോ നോക്കാനുള്ള സാവകാശം അവന് കൊടുക്കാതെ തിങ്കൾ പോകുമ്പോൾ ചെക്കന്റെ മുഖം പിന്നെയും വീർത്തു. നിനക്കിതുവരെ കിട്ടിയില്ലടാ ചാർജർ? തോളിലൊന്നും തട്ടിയുള്ള മിഥുന്റെ ചോദ്യം. എന്തേ, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ?
കടുപ്പം നിറഞ്ഞവന്റെ ചോദ്യത്തിൽ ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നോ എന്ന് മിഥു. അപ്പോഴേക്കും ചാർജർ എടുത്ത് മിഥുവിനെ ഒന്നുകൂടെ നോക്കി പേടിപ്പിച്ച് പാർത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. എന്തിനാച്ച ബൈക്ക് നിർത്തിയേ? ടെക്നോ സ്റ്റോർ എന്ന മിഥുവിന്റെ മൊബൈൽ ഷോപ്പിന്റെ വാതിൽ തുറന്നിറങ്ങുന്ന തിങ്കളിനെ കണ്ട് ബൈക്ക് നിർത്തിയ ഗോപിനാഥനെ നോക്കി പിന്നിലിരിക്കുന്നവൻ മുഖം ചുളിച്ചു. അവന്റെ ആ ചോദ്യത്തിന് മറുപടി ബൈക്ക് ഒതുക്കി അതിൽ നിന്നിറങ്ങി ഗോപി. എന്താച്ചാ? നീ ആദ്യം ഈ ഹാൻഡിൽ പിടിക്കടാ, ഞാനിപ്പോ വരാം. ശ്യാം ഇരുന്നിടന്ന് മുന്നിലേക്ക് നിരങ്ങി വന്ന് ഹാൻഡിൽ പിടിച്ചു ബൈക്കിൽ പിടിവിട്ട അയാൾ തിരിഞ്ഞ് തിങ്കളെന്നൊരു വിളി. ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് തിങ്കൾ വിളിയായിട്ട് തിരിഞ്ഞു നോക്കി. ഗോപിനാഥൻ കൈവീശി കാണിക്കുമ്പോൾ അയാൾ ഇങ്ങോട്ട് വരും മുമ്പ് തിങ്കൾ അങ്ങോട്ട് നടന്നിരുന്നു. ഷോപ്പിൽ നിന്നിറങ്ങിയ പാർത്തി ഇത്ര പെട്ടെന്ന് അവൾ പോയെന്നവരെ ചുറ്റും നോക്കി തിരിച്ച് അവന്റെ കടയിലേക്ക് നടക്കുമ്പോഴാണ് കുറച്ചു മാറി സംസാരിച്ചു നിൽക്കുന്നവളെയും ഗോപിനാഥനെയും കണ്ടത്. അവന്റെ കണ്ണുകളൊന്നും ചുരുങ്ങി, മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുമ്പോൾ അവന്റെ നോട്ടം പക്ഷെ അവർക്ക് നേരെയായിരുന്നില്ല. ബൈക്കിലിരിക്കുന്ന ശ്യാമിന്റെ നേർക്കായിരുന്നു അത്. എന്നാൽ അവന്റെ കണ്ണുകളോ ഗോപിനാഥനോട് സംസാരിച്ചിരിക്കുന്ന തിങ്കളിലും. അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു അവള് ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന്. പക്ഷെ ഇവിടുന്ന് പോയതിനേക്കാളും തുടിപ്പ് അഴകായിട്ട് മുന്നിൽ നിൽക്കുന്നവളാ. അവളെ കണ്ട അവന്റെ കണ്ണൊന്ന് മിഴിഞ്ഞു പോയെന്ന് നേര്. പണ്ടേ അവളൊരു നോട്ടമുണ്ടായിരുന്നു തനിക്ക്. വകയിൽ അവളുമായിട്ടൊരു ബന്ധമൊക്കെയുള്ളത് ഇടിച്ചു കയറി മുട്ടാൻ നോക്കിയാലും ഒഴിഞ്ഞു മാറിപ്പോകുന്ന ജാതിയായിരുന്നു. പിന്നെ ആ ശ്രീതേടനായിട്ട് ദിവ്യ പ്രേമം. എന്നിട്ടിപ്പോ എന്തായി? ഇവള് ജയിലിൽ പോയ തക്കം നോക്കി അങ്ങേരി ഇവളുടെ അനിയത്തെ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതെന്തെങ്കിലും ആവട്ടെ, ഇനി ഇവളിവിടെ ഫ്രീ അല്ലേ, എന്തും ചെയ്യാം. ഒരു പട്ടിയില്ല ചോദിക്കാൻ വരാൻ. ശ്യാം ചുണ്ടൊന്ന് കടിച്ച് തന്റെ അച്ഛനോട് സംസാരിക്കുന്നവൾ അടിമുടി ഒഴിഞ്ഞു നോക്കി കണ്ണുകളൊന്ന് വെട്ടിക്കുമ്പോൾ ആൾക്ക് പിറകിൽ കുറച്ചകലം മാറി നിൽക്കുന്നവനെ നോട്ടം കണ്ട് ബൈക്കിലിരുന്ന് തന്നെ ഒന്ന് വിറച്ചു പോയി. ഈ കാലം എന്തിനാ പിന്നെയും തന്നെ നോക്കുന്നത്? അന്നത്തെ അന്നൊന്നും പോരെ ഇവന്. ശ്യാം ഭയത്തിൽ ഉയർന്നുപോയ നെഞ്ചിരിപ്പിനെ അടക്കി നിർത്തി പെട്ടെന്ന് തിരിഞ്ഞിരുന്നു. അന്ന് ഉദയെ എടുത്തിട്ട് അടിക്കുന്നവന്റെ വെറി പിടിച്ച മുഖമാണ് അവനുള്ളിൽ അന്നേരം തെളിഞ്ഞു നിന്ന്. ഉദയ ഇപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇടത്തേക്കായി കൊടിയുണ്ടവന്. വലത്തേ കാലിന് നല്ല ചതവും ദേഹത്തുള്ള പൊട്ടലും ചീറ്റലും വേറെ. വിജീഷിനും ഏതാണ്ട് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. താനും പിന്നെ ഇന്നാൾ എഴുന്നേറ്റത്. പക്ഷെ ഭാഗ്യത്തിന് അവന്മാരുടെ അത്രയും കിട്ടിയില്ല. കൈയും കാലൊക്കെ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞുപൊട്ടി സ്റ്റിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ലേശം മേൽവേദനയും. 2-3 അടിയിൽ തന്നെ തോറ്റു കൊടുത്തുകൊണ്ട് അത്രയേ കിട്ടിയുള്ളൂ. പിന്നെ ഇപ്പത് ഡോക്ടർ ഒന്നുകൂടെ കണ്ട് തിരിച്ചു വരുന്ന വഴിയാ. ശ്യാമൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഇടം കണ്ടിട്ട് വീണ്ടും പുറകിലേക്കൊന്ന് നോക്കി. ഇപ്പോൾ പാർത്തി അവിടെ ഇല്ല. കടയിൽ ആരോ വിളിച്ചുകൊണ്ട് അവനങ്ങ് കയറിപ്പോയിരുന്നു. എന്തായാലും അവനവിടെ കാണാത്തതിന്റെ ആശ്വാസത്തോടെ അവനൊന്ന് ശ്വാസം വിടുമ്പോഴേക്കും ഗോപിനാഥൻ തിരിച്ചു വന്നു. ബൈക്കിന്റെ റിയർ വ്യൂ മിററിലൂടെ ശ്യാം നോക്കുമ്പോൾ തിങ്കൾ തിരിഞ്ഞടന്നു പോകുന്ന കണ്ടു. അച്ഛനോട് ബൈക്ക് ഞാൻ ഓടിച്ചോളാം, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവന്റെ പിന്നിൽ കയറി. എന്താ വെച്ച കാര്യം? ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോഴാണ് അവന്റെ ചോദ്യം. തിങ്കളിനെ കുറിച്ചാണ്. എന്ത്? ആ കൊച്ചിന്റെ കാര്യങ്ങൾ എനിക്കൊന്ന് അന്വേഷിക്കണ്ട. പിന്നെ എന്നോടൊരു ജോലിക്കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞാ. ഇപ്പൊ അവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാത്തതാണ് പ്രശ്നം. അച്ഛനിത് എന്തിന്റെ കേടാ? നാട്ടുകാർ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. എന്റെ കേട് നീ അന്വേഷിക്കണ്ട. നാട്ടുകാർ വലുതും പറയും. നിന്നെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നില്ലേ? വയസ്സ് 10-30 ആവാറായില്ലടാ. നിനക്കിതൊരു വല്ല ജോലിക്ക് പോകാൻ തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ട് കൂടുതൽ ബാധിച്ച കാര്യമൊന്നും മോൻ അന്വേഷിക്കണ്ട. അവളുടെ അച്ഛമ്മയും അച്ഛനും ആയ കാലത്ത് നമ്മളെ സഹായിച്ചൊന്നും എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല. എനിക്ക് പറ്റുന്ന സഹായമൊക്കെ ഞാൻ അതിന് ചെയ്തു കൊടുക്കും. അച്ഛൻ എന്തെങ്കിലും ചെയ്യും. ജയിലിൽ പോയവൾക്ക് ഇപ്പം കിട്ടും നല്ല ജോലി. എടാ, ജയിലിൽ പോയാലും അവിടെ ഇരുന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതറിയോ നിനക്ക്? അവളെന്ത് പഠിച്ചു? പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ അത് ജയിലിൽ പോയത്. ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഏതോ കമ്പ്യൂട്ടർ കോഴ്സോ ടാലിയോ മറ്റോ പഠിച്ചിട്ടുണ്ട്. ഓ, അതായിരുന്നു. ഞാനും കുറെ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ പഠിച്ചാ. എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ജോലി. എന്നിട്ടോ ജയിലിലായിരുന്നു അവൾക്ക് കിട്ടാൻ പോകുന്നത്. പുച്ഛത്തോടെയുള്ള ശ്യാമിന്റെ സംസാരം. വെറുതെ വീട്ടിലും കുത്തിയിരുന്ന് നാട്ടിലുള്ള പെമ്പിള്ളേരുടെ പുറകെ നടന്ന് വായ നോക്കി അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ മോൻ്റെന്നോ ചേട്ടൻ്റെന്നോ അച്ഛൻ്റെന്നോ ഒക്കെ തല്ലു വാങ്ങി ഇതുപോലെ കയ്യും കാലും പൊട്ടി കിടക്കുന്നവർക്ക് ആരും ജോലി വീട്ടിൽ കൊണ്ടുവരില്ല. മര്യാദക്ക് പോയി അന്വേഷിക്കണം. ഇനി കൂടുതലൊന്നും എന്നോട് സംസാരിച്ച സമയം കാണാൻ എനിക്ക് വയ്യ. അവിടെ നേരെ വണ്ടി നമ്മുടെ ആ വളവിനടുത്ത കപ്പലണ്ടി ഫാക്ടറിയിലേക്ക് വിട്ടേ. ഫാക്ടറിയിൽ എന്താ ഇനി? അച്ഛൻ പറഞ്ഞിരുന്നു മറുപടി ഇല്ലാത്തതിന്റെ രോഷത്തിൽ അവൻ ചോദിക്കുമ്പോൾ നീ വണ്ടി വിടറാ എന്നും പറഞ്ഞ ആൾ വാടിച്ചതും ശ്യാം ബൈക്കിന്റെ സ്പീഡ് കൂട്ടിയിരുന്നു. ഉച്ചക്ക് തൂണിന് പപ്പടം വറുത്ത് കൂടെ ചാന്ദിനി തന്ന തക്കാളി എടുത്ത് വാട്ടി ഒരു ചമ്മന്തി ഉണ്ടാക്കി തിങ്കൾ. പണ്ട് മുതലേ അവൾക്ക് ഈ തക്കാളി ചമ്മന്തി നല്ല ഇഷ്ടമാണ്. കഴിച്ചു നോക്കിയപ്പോൾ നല്ല രുചി. ചാന്ദിനി പറഞ്ഞൊന്നും വെറുതെ ഇല്ലെന്ന് അന്നേരം തിങ്കളിന് തോന്നി. കാരണം ഇന്നലെ അവൾ വാങ്ങിച്ച തക്കാളി കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. അതിനിത്ര രുചി ഉണ്ടായിരുന്നില്ല. ഊണ് കഴിഞ്ഞ് ചീക്കുവിന് ഫുഡ് ഇട്ട് കൊടുത്ത് കുറച്ചു നേരം അവനെയും നോക്കിയിരുന്നവൾ നേരെ ചെന്ന് ചാർജ് ചെയ്യാൻ വെച്ച ഫോൺ എടുത്ത് നോക്കി. വീട്ടിൽ ചെന്ന് ആദ്യം ഫോൺ ചാർജ് ചെയ്യാൻ വെക്കണമെന്ന് മിഥുൻ അവളോട് പറഞ്ഞിരുന്നു. ചാർജായി ഫോണിൽ നിന്ന് കണ്ടതും അവൻ കൊണ്ട് ചീക്കുവിനടുത്തേക്ക് വന്നവൾ ക്യാമറ ഓൺ ചെയ്തവന്റെ ഫോട്ടോയാണ് ആദ്യം എടുത്ത്. 2-3 എണ്ണം അവളുടെ ബ്ലറായിട്ടാണ് കിട്ടിയതെങ്കിലും പിന്നീട് ശരിയായി. ബെഡിൽ ചെന്നിരുന്ന് നിങ്ങൾ താനെടുത്ത ഫോട്ടോ ഗ്യാലറിയിൽ പോയി നോക്കി. ചീക്കുവിന്റെ അല്ലാതെ മൊബൈൽ ഷോപ്പിൽ വെച്ച് തനിക്ക് ഫോണിൽ സെൽഫി എടുത്ത് കാണിച്ചു തന്നിരുന്നു മിഥുൻ.
2-3 സെൽഫിയുണ്ട്, മിഥുനും താനും. പിന്നെ തിങ്കൾ ആ സെൽഫി ഒന്ന് സൂം ചെയ്ത് നോക്കി. പാർത്ഥിവും ഉണ്ട് അതിൽ. തങ്ങളുടെ പിന്നിലായിരുന്നില്ല അവൻ ഉണ്ടായിരുന്നെന്ന് അന്നേരം അവൾ ഓർത്തു. ആദ്യത്തെ സെൽഫിയിൽ അവൻ നോക്കുന്നില്ല. രണ്ടാമത്തേതിൽ അവന്റെ കണ്ണ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. മൂന്നാമത്തേതിൽ കൈയും പിറകിൽ കെട്ടി നോക്കി പേടിപ്പിക്കും പോലൊരു നിൽപ്പ്. ഒരു നിമിഷം അവനെ ആ നിൽപ്പ് കണ്ട് പെണ്ണിന്റെ കണ്ണൊന്ന് ചുരുങ്ങിയെങ്കിലും പിന്നെ അവൾ അത് വിട്ട് പിന്നെയും ഫോണിൽ മിഥുൻ കാണിച്ചെന്ന കാര്യങ്ങളൊക്കെ വെറുതെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇൻസ്റ്റയിൽ എന്തൊക്കെയോ ആരുടെയൊക്കെയോ റിക്വസ്റ്റുകൾ വന്ന് കിടക്കുന്നുണ്ട്. തൽക്കാലം അതിലേക്കൊന്നും നോക്കാതെ വെറുതെ റീൽസൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ട് നോക്കി തിങ്കൾ. എന്തെല്ലാമോ വീഡിയോകളാണ് ഇതിൽ വരുന്നത്. പാട്ടും ഡാൻസും കുക്കിങ്ങും കോമഡികളും അങ്ങനെ ഒരുപാട്. ശരിക്കും ഒരു അത്ഭുതം അവളെ പൊതിഞ്ഞു. ഇൻസ്റ്റ വിട്ട് യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ അതിലുണ്ട് കുറേ വീഡിയോകൾ. നോക്കിയിരുന്ന സമയം നീങ്ങുന്ന പോലും തിങ്കൾ അറിഞ്ഞില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.